OTT പ്ലാറ്റ്ഫോംസിനോടാണ് പറയാനുള്ളത്. ഒരു അവാർഡ് പടമാണ് ഇറങ്ങുന്ന വെച്ച് ദയവ് ഇത് അവാർഡ് പടം സൈഡിൽ കൊടുക്കാം. ഞാൻ നോക്കുമ്പോൾ ആമസോണിൽ റോഷൻ മാത്യൂസും ദർശനി ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പോയി കണ്ടു. കുറെ അവാർഡ് കൊടുക്കണം ഈ സിനിമയ്ക്കല്ല, സിനിമ കണ്ടവർക്ക്. ആദ്യം ആൾക്കാരുടെ കണക്കൂട്ടിൽ തെറ്റിച്ചതിന് ഒരു ഏബൽ പ്രൈസ്, ഇത് കണ്ട് തീർത്തവന് ഒരു നോബൽ പീസ് പ്രൈസും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സും കൊടുക്കണം. ഇതെന്തോന്നടേ, ഇത് സിനിമ അല്ല, ഷോർട്ട് ഫിലിം അല്ല, ഡോക്യുമെന്ററി അല്ല. 45 സെക്കൻഡിൽ തീരാവുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് എടുത്തിട്ട് 1.25 മണിക്കൂറിന്റെ സിനിമയാക്കി വെച്ചിരിക്കുക. 1.25 മണിക്കൂർ തിയേറ്ററിൽ കണ്ടിട്ട് 10 ദിവസം പോലെ തോന്നിയിട്ടുണ്ടാവും. സോ നമ്മുടെ നായകനും അതുപോലെ തന്നെ നായികയും കൂടിയിട്ട് ശ്രീലങ്കയ്ക്ക് പോകണം. 2022 അവിടെ ഒരു ഇഷ്യൂവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഇതിലെ നായകനാണെന്ന് വലിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ഇന്ത്യൻ വേർഷൻ ഇറക്കാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സ് ഫൈനാൻസ് ചെയ്യുന്ന ആളാണ്. എന്നാ പിന്നെ അത് ഇറക്കി വിട്ടാ പോരാ, എന്തിനാ ഈ സാധനം ഇറക്കി വിട്ടത്? നായികയാണ് വെച്ചാൽ ഭയങ്കര വിശാല മനസ്കതയുള്ള ഒരാളും, നായകനാണ് വെച്ചാൽ റോഷൻ മാത്യൂസ് ആസ് യൂസ്വൽ മനസാക്ഷി ഇല്ലാത്തവനാണ്. ഒരു മാനിനെ പോലും കൊല്ലാൻ സമ്മതിക്കാത്ത നായിക വന്നിട്ട് നമ്മുടെ ഭർത്താവിനെ അവസാനം